السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله، الصلاة والسلام على أشرف رسل الله وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسبتم أن تدخلوا الجنة فلما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. وقد قال رسول الله صلى الله عليه وسلم: المهاجر من هجر ما نهى الله، أو كما قال رسول الله صلى الله عليه وسلم: رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമാകുന്ന എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തന്ന് അല്ലാഹു അവന് ഇഷ്ടപ്പെട്ട നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി നമുക്കെല്ലാം അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട മുഴുവൻ സഹോദരങ്ങൾക്കും അല്ലാഹു പരിപൂർണമായ മഗ്ഫിറത്ത് റഹ്മത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം അവന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി അല്ലാഹു ആഫിയത്തും സിഹത്തും സലാമത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ വിശ്വാസികളാകുന്ന നാം ഓരോരുത്തരും പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ദുൽഹജ്ജ് 28 ഒന്നോ രണ്ടോ ദിവസം കൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ പുതിയ ഹിജ്രി വർഷത്തിലേക്ക് വിശ്വാസികളാകുന്ന നാം ഓരോരുത്തരും പ്രവേശിക്കുകയാണ്. അല്ലാഹു നമ്മെ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. ഹിജ്റ 1445 വർഷം പൂർത്തിയായി 1446 വർഷത്തിലേക്ക് ഒരു പുതുവർഷത്തിന്റെ പുലരിയിൽ നാം ഓരോരുത്തരും പ്രവേശിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുപ്പ്
ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് വർഷാവസാനം വാർഷിക കണക്കെടുക്കുന്നത് പോലെ കച്ചവടത്തിൽ വന്നിട്ടുള്ള കോട്ടങ്ങൾ, നേട്ടങ്ങൾ, ഇതിനെയെല്ലാം കണക്കെടുക്കുന്നത് പോലെ ഒരു മുഅ്മിൻ എന്ന നിലയിൽ, മുസ്ലിം എന്ന നിലയിൽ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുപ്പ് അത്യന്താപേക്ഷിതമാണ്. എന്തെല്ലാം നന്മകൾ ചെയ്യാൻ സാധിച്ചു, എത്രത്തോളം തിന്മകളിൽ നിന്ന് സ്വന്തം ശരീരത്തിന് സുരക്ഷിതത്വം ഏർപ്പെടുത്താൻ സാധിച്ചു, എത്രത്തോളം സൃഷ്ടികളെ സ്നേഹിക്കാൻ സാധിച്ചു, അവർക്ക് സേവനമനുഷ്ഠിക്കുവാൻ സാധിച്ചു, കർമ്മങ്ങളിൽ എത്രത്തോളം ആഗ്രഹം പ്രകടിപ്പിച്ചു. സ്വന്തമായി ഒരു വിചിന്തനത്തിന് തയ്യാറെടുക്കേണ്ടുന്ന ഒരു സമയവും സാഹചര്യവുമാണ്. ഇതൊരു മുഅ്മിൻ എല്ലാ ദിവസവും ചെയ്യേണ്ടുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. ഓരോ ശരീരവും ഓരോ മനുഷ്യനും നാളേക്ക് എന്താണ് സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് എന്ന് സ്വന്തമായി ചിന്തിക്കണം, ആലോചിക്കണം. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നും ഒരു വർഷം അടർന്നു തീരുകയാണ്, പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുമ്പോൾ മരണത്തോട് മനുഷ്യൻ അടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസി നല്ല ഒരു വീണ്ടും വിചാരത്തിന് ശേഷമായിരിക്കണം, സ്വന്തം നഫ്സിനെ നല്ല രീതിയിൽ വിചിന്തനത്തിന് തയ്യാറെടുപ്പിച്ചതിന് ശേഷമായിരിക്കണം ഒരു പുതുവർഷത്തെ വരവേൽക്കേണ്ടുന്നത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നാം ഹിജ്റ വർഷത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്, വിശുദ്ധമായ ഇസ്ലാമിന്റെ ഏത് കർമ്മവും അവലംബിച്ചിട്ടുള്ളത്, ആസ്പദിച്ചിട്ടുള്ളത് ഹിജ്റ വർഷവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഉദാഹരണത്തിന് പരിശുദ്ധ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട സക്കാത്ത് എന്ന കർമ്മത്തിന്റെ ഒരു നിബന്ധനയാണ് ഹൗലാനുൽ ഹൗൽ, ഒരു വർഷം പൂർത്തിയാകുക എന്നുള്ളത്. ഇവിടെ ഒരു വർഷം പൂർത്തിയാകുക എന്ന കണക്കിനെ നാം ബന്ധപ്പെടുത്തുന്നത് ഇംഗ്ലീഷ് കലണ്ടറുമായിട്ടല്ല, മറിച്ച് ഹിജ്റ കലണ്ടറുമായിട്ടാണ്, ഇസ്ലാമിക കലണ്ടറുമായിട്ടാണ്. അതുപോലെ തന്നെ വിവാഹമോചിതയായിട്ടുള്ള ഒരു സ്ത്രീ ഇദ്ദ ഇരിക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. തലാഖ് ചൊല്ലപ്പെട്ട ഒരു സ്ത്രീ ഇദ്ദ ഇരിക്കണം. ഈ ഇദ്ദയുടെ കാലയളവും നാം അവലംബിക്കുന്നത് ഹിജ്റ വർഷവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുപോലെ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ 4 മാസവും 10 ദിവസവും ഇദ്ദ ഇരിക്കാറുണ്ട്, ദീക്ഷ ഇരിക്കാറുണ്ട്. ഇവിടെയൊക്കെയും ഹിജ്റ കലണ്ടറിനെ ആസ്പദമാക്കിയിട്ടാണ് ദിവസവും മാസവും ഒക്കെ കണക്കാക്കാറുള്ളത്. വിശുദ്ധ ഇസ്ലാമിന്റെ ഏതൊരു കർമ്മവും ബന്ധപ്പെടുന്നത് ഹിജ്റ വർഷവുമായി, അതുമായി തട്ടിച്ചു നോക്കി കണക്കെടുത്തിട്ടാണ് അത് പ്രാവർത്തികമാക്കാറുള്ളത്. കാരണം ഹിജ്റ വർഷത്തിന് അതിൻ്റെതാകുന്ന പ്രാധാന്യതയുണ്ട്. ഈ കണക്ക് എന്താണ്? 1445 നിന്നും 1446 പ്രവേശിക്കുന്നത്. എന്താ ഈ കണക്ക്? ഹിജ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിൻ, മുസ്ലിം എന്ന നിലയിൽ അത്യന്താപേക്ഷിതമാണ്. നമുക്കറിയാം, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63 വർഷ കാലയളവാണ് ഈ ദുനിയാവിൽ ജീവിച്ചത്. 40ാമത്തെ വർഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടി, പ്രവാചകത്വം കിട്ടി. ശേഷം നീണ്ട 13 വർഷക്കാലം മക്കയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഏൽപ്പിച്ച ദൗത്യത്തിന്റെ പൂർത്തീകരണവുമായി അഹോരാത്രം പരിശ്രമിച്ചു, കഷ്ടപ്പെട്ടു. ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു, പീഡനത്തിനിരയാകേണ്ടി വന്നു. ഒരുപാട് അക്രമങ്ങൾ, ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും തങ്ങളോട് ചേർന്ന് നിന്ന സഹാബത്തിനും നേരിടേണ്ടി വന്നു. നീണ്ട 13 വർഷക്കാലം.
അതിനുശേഷം ത്യാഗങ്ങളൊട്ടും സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുകയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ 53-ാമത്തെ വയസ്സിന് ശേഷം അഥവാ 54-ാം വയസ്സിൽ. ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നാം പഠിച്ച് മനസ്സിലാക്കി വെച്ചേക്കണം. കാരണം നമ്മുടെ ഏത് കർമ്മവും ബന്ധപ്പെടുന്നത് ഹിജ്റ വർഷവുമായി അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. 54-ാം വയസ്സിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ, അന്ന് മദീനയ്ക്ക് മദീന എന്നല്ല പേര്, യസ്രിബ് എന്ന പേര്. അതിനുശേഷമാണ് മദീനത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദ പ്രോഫറ്റ് സിറ്റി എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്നത് മദീനയിൽ, നബി തങ്ങളുടെ ഹിജ്റയ്ക്ക് ശേഷം. അന്ന് നബി തങ്ങളുടെ കൂട്ടത്തിൽ ഹിജ്റ പോയ സഹാബാക്കൾക്കാണ് വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ മുഹാജിരീങ്ങൾ എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ ഹിജ്റ പോയ സഹാബാക്കൾക്കാണ് മുഹാജിരീങ്ങൾ, വൽ മുഹാജിരീൻ എന്ന് ഖുർആൻ പല സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഹിജ്റ ചെയ്ത് മദീനയിലെത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും വരവേറ്റ, ഹൃദയം കൊണ്ട് അംഗീകരിച്ച, അവരുടെ കുടുംബത്തിൽ ബന്ധിപ്പിച്ചു, കച്ചവടത്തിൽ ബന്ധിപ്പിച്ചു, സമ്പത്ത് കൊടുത്തു, വീട് കൊടുത്തു, ഒരുപാട് സുഖ സൗകര്യങ്ങൾ, സഹായ സഹകരണങ്ങൾ ചെയ്ത സഹാബത്തിനാണ് അൻസാറുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നബിതങ്ങളോടൊപ്പം ഹിജ്റ പോയ സഹാബാക്കൾ അവരാണ് മുഹാജിറുകൾ, അവരെ സഹായിച്ച സഹാബാക്കളാണ് അൻസാറുകൾ. അതാ ഖുർആന്റെ ഭാഷയിൽ വൽ മുഹാജിരീന വൽ അൻസാർ, അൻസാരികളും മുഹാജിരീങ്ങളുമായ സഹാബാക്കൾ ഒത്തുചേർന്നപ്പോൾ വിശുദ്ധ ഇസ്ലാമിന് കൂടുതൽ ഊർജം കൈവരുകയുണ്ടായി. ഇതൊക്കെ നാം പഠിക്കേണ്ടുന്ന ചില വിഷയങ്ങളാണ് ഹിജ്റയുമായി ബന്ധപ്പെട്ട്. പുതിയൊരു ഹിജ്റ വർഷത്തിലേക്ക്, പുതുവർഷത്തെ നാം വരവേൽക്കാൻ പോകുകയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ ഹിജ്റ കലണ്ടർ ഒന്നും വന്നിരുന്നില്ല. ഹിജ്റ എന്ന് പറഞ്ഞൊരു കലണ്ടർ ഒന്നും വന്നില്ല. നമ്മൾ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ അവ്വൽ, ജമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, റമദാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, ഇങ്ങനെ 12 മാസം. ഈ ഒരു കലണ്ടർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വന്നിരുന്നില്ല, നിലവിൽ വന്നില്ല. ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും ഹിജ്റ കലണ്ടർ ഒന്നുമില്ലായിരുന്നു. അതിനുശേഷം അടുത്ത ഭരണാധികാരിയായിരുന്ന ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഹിജ്റ കലണ്ടർ നിലവിൽ വരുന്നത്. ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കുന്ന വലിയ ഒരു പാഠമാണ്, കുറെ സന്ദേശമാണ് ഹിജ്റയുമായി ബന്ധപ്പെട്ട്. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഹിജ്റ കലണ്ടർ നിലവിൽ വരുന്നത്. അത് നിലവിൽ വരുന്നതിന് ചില കാരണങ്ങളുണ്ട്. അന്ന് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിൽ, പല നാടുകളിൽ ഗവർണർമാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു നാട് ഭരിക്കുന്നതിന് വേണ്ടിയുള്ള. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയൊക്കെ പോലെയുള്ള പ്രമുഖരായിട്ടുള്ള സഹാബാക്കൾ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വിവിധ നാടുകളുടെ ഗവർണർമാരായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തെയും ദിവസങ്ങളെയും മാസങ്ങളെയൊക്കെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗവർണർമാർക്ക് കത്തെഴുതും. അന്ന് ഈ തപാൽ സംവിധാനങ്ങളോ ആധുനിക ടെക്നോളജികളോ ഒന്നുമില്ല. ദൂതൻ വഴിയാണ് കത്തെത്തിക്കുന്നത് ഗവർണർമാർക്ക്. പക്ഷെ ഈ കത്ത് കൈ കിട്ടുമ്പോൾ ഇത് എപ്പോ എഴുതിയ കത്താണ്, ഏത് സമയത്ത് എഴുതിയതാണ് അറിയാൻ യാതൊരു വഴിയും. കത്ത് എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ കിട്ടും, വായിക്കും എന്നതല്ലാതെ ഖലീഫയാകുന്ന ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എപ്പോൾ എഴുതിയ കത്താണ് എന്ന് നമുക്ക് കിട്ടി, ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. അഥവാ അവരെല്ലാം ഒരു തീയതിയിലേക്ക്, ഡേറ്റിലേക്ക് അവർ ആവശ്യക്കാരായിരുന്നു, നിർമ്മിതമായ ഒരു ദിവസത്തിലേക്ക് ആവശ്യക്കാരായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വലിയ മശൂറ വിളിച്ചു കൂട്ടുകയാണ്. ഈ ഗവർണർമാരെല്ലാം അതിൽ പങ്കെടുത്തു. ഡേറ്റിന് വേണ്ടി, കലണ്ടർ രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരുപാട് സഹാബാക്കൾ വിവിധ അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. ചില സഹാബത്ത് പറഞ്ഞു, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കലണ്ടർ രൂപീകരിക്കാം. ജനനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ക്രൈസ്തവരൊക്കെ ചെയ്യുമല്ലോ, AD BC എന്നൊക്കെ പറഞ്ഞ്, ആഫ്റ്റർ ഡെത്ത്. അതുപോലെ തന്നെ BC എന്ന് പറയുന്ന
ബിഫോർ ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല. നമുക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തി എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ അവരുടെ വിശ്വാസം അങ്ങനെയല്ല. ഇപ്പൊ AD BC എന്നൊക്കെ അവര് പറയുന്നത് പോലെ ചില സഹാബത്ത് പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഹിജ്റ കലണ്ടറിന് രൂപം കൊടുക്കാം. വേറെ ചില സഹാബാക്കൾ പറഞ്ഞു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് ദിനവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഹിജ്റ കലണ്ടറിന് രൂപം കൊടുക്കാം. വേറെ ചില സഹാബത്ത് പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40ാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടിയത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഹിജ്റ കലണ്ടറിന് രൂപം കൊടുക്കാം. ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ചില പ്രമുഖരായ സഹാബാക്കൾ അഭിപ്രായം പറഞ്ഞു മശൂറയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെടുത്തി നമുക്ക് കലണ്ടർ രൂപീകരിക്കാം. കാരണം തുല്യതകളില്ലാത്ത ത്യാഗത്തിന്റെ തീച്ചൂളയിൽ ഞെരിഞ്ഞമർന്ന നീണ്ട 13 വർഷത്തിനൊടുവിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആക്ഷേപങ്ങൾ, അക്രമങ്ങൾ, പീഡനങ്ങൾ എല്ലാം ഏറ്റുവാങ്ങിയതിനൊടുവിൽ അള്ളാഹു കൊടുത്ത ഒരു വഴിയാണ്, ഒരു സംവിധാനമാണ് മദീനയിലേക്കുള്ള യാത്ര. അപ്പൊ ഹിജ്റയ്ക്ക് വലിയ സ്വാധീനമുണ്ട് വിശുദ്ധ ഇസ്ലാമിൽ. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഹിജ്റ കലണ്ടറിന് രൂപം കൊടുക്കാം. എല്ലാവരും അതിൽ ഒത്തുചേർന്നു, ഏകോപിതരായി. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഹിജ്റ കലണ്ടർ നിലവിൽ വരുന്നത്. അപ്പൊ ഇത് ഈ അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് മനസ്സിലാക്കി വെച്ചേക്കണം. ഒരു മുസ്ലിം എന്ന നിലയിൽ ബേസിക് ആയിട്ടുള്ള ഹിജ്റ കലണ്ടറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പുറപ്പെട്ടത് മുഹറം മാസത്തിലായിരുന്നില്ല. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഹിജ്റ കലണ്ടറിന് തുടക്കം മുഹറം മാസമാണ്. മുഹറം, സഫർ, റബീഉൽ അവ്വൽ അങ്ങനെ എണ്ണിയാ പോകുന്നത്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പുറപ്പെട്ടത് സഫർ 27-നായിരുന്നു. സഫർ 27-ന് മക്കയിൽ നിന്ന് ഹിജ്റ പുറപ്പെട്ട് റബീഉൽ അവ്വൽ 12-നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ എത്തിച്ചേരുന്നത്. നീണ്ട 15 ദിവസത്തെ യാത്ര. പിന്നെ എന്തുകൊണ്ട് മുഹറം മാസം ഹിജ്റ കലണ്ടറിന്റെ തുടക്കത്തിൽ വന്നു? ഇത് ന്യായമായ ഒരു ചോദ്യമാണ്. എന്നാൽ ദുൽഹജ്ജ് 12-ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനാർത്ഥം ധാരാളം ഹാജിമാർ ഹജ്ജിന് വരുമായിരുന്നു. ധാരാളം ഹാജിമാർ ഹജ്ജിന് വരുമായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മദീനയിൽ നിന്ന്. ഒരു ദുൽഹജ്ജ് മാസത്തിൽ അഥവാ ഹിജ്റയോട് അടുത്ത ദുൽഹജ്ജ് മാസത്തിൽ മദീനക്കാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഒരു പ്രതിജ്ഞ ചെയ്തു, ഒരു ബൈഅത്ത് ചെയ്തു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിക്കുന്ന അക്രമങ്ങളും പീഡനങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് മദീനക്കാർ തങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചു. തങ്ങൾ അങ്ങോട്ട് വരണം, തങ്ങൾക്ക് വേണ്ടുന്ന അഭയവും എല്ലാവിധ സന്തോഷങ്ങളും കച്ചവടവും സമ്പത്തും ഒക്കെ ഞങ്ങൾ നൽകാം, തങ്ങൾ അങ്ങോട്ട് വരണമെന്ന് മദീനക്കാർ ക്ഷണിക്കുകയുണ്ടായി. അപ്പൊ ഹിജ്റയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്ലാനിങ് നടന്നത്, ഒരു കൂടിയാലോചന നടന്നത് ദുൽഹജ്ജ് ഹജ്ജിന്റെ മാസത്തിലാണ്. ഈ ഹജ്ജിന്റെ മാസം കഴിഞ്ഞാൽ അടുത്ത മാസമാണ് മുഹറം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലാനിങ് നടന്നതിന് ശേഷം, കൂടിയാലോചന നടന്നതിന് ശേഷമുള്ള മാസമാണ് ഹിജ്റ കലണ്ടറിന്റെ തുടക്കത്തിൽ വന്നത് എന്ന് പണ്ഡിതന്മാർ കുറിക്കുകയാണ്. അങ്ങനെയാണ് പിന്നെ മുഹറം, ഹിജ്റ 1, ഹിജ്റ 2, ഹിജ്റ 3 ഈ രീതിയിൽ എണ്ണിപ്പോകുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇനി ഹിജ്റ ദിവസം പുതിയൊരു വർഷത്തെ ന്യൂ ഇയർ പോലെ ഡിസംബർ 31 ജനുവരി പുതിയൊരു വർഷത്തിലേക്ക് കടക്കുന്ന പ്രത്യേക ആഘോഷമൊന്നും ഇതിനില്ല. പ്രത്യേകിച്ച് യാതൊരു ആഘോഷവുമില്ല. പക്ഷേ വിശ്വാസികൾക്ക് ചില പാഠങ്ങൾ ഹിജ്റ നൽകുന്നുണ്ട്. ഹിജ്റ വർഷം എല്ലാ വിശ്വാസികൾക്കും ചില പാഠങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. എന്താ പാഠം എന്നറിയുമോ? 3 പാഠങ്ങളാണ് നൽകുന്നത്. 2 ദിവസം കൂടി കഴിയുമ്പോൾ ഒരു പുതുവർഷത്തിന്റെ പുലരിയിൽ വിശ്വാസികളാകുന്ന നാം ഓരോരുത്തരും പ്രവേശിക്കും. അല്ലാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നീണ്ട കാലം അള്ളാഹുവിന് തൃപ്തിയിൽ അധിഷ്ഠിതമായ നിലയിൽ കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ഉദവി അള്ളാഹു നൽകുമാറാകട്ടെ. ഹിജ്റ നൽകുന്ന 3 പാഠങ്ങൾ. ഒന്ന്, അള്ളാഹുവിന്റെ ദീനിന് മുൻഗണന കൊടുക്കണം. അള്ളാഹുവിന്റെ ദീനിന് മുൻഗണന കൊടുക്കണം. മുസ്അബ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോയി.
മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു മിസ്അബ് റളിയല്ലാഹു അൻഹു. കോടീശ്വരന്മാർ ധരിച്ചിരുന്ന വസ്ത്രമായിരുന്നു മിസ്അബ് റളിയല്ലാഹു അൻഹു ധരിച്ചിരുന്നത്. മിസ്അബ് റളിയല്ലാഹു അൻഹു പൂശുന്ന അത്തറിന്റെ മണം മക്കയുടെ എല്ലാ പരിസരങ്ങളിലും അടിച്ചു വീശുമായിരുന്നു. അത്രത്തോളം സമ്പന്നനായിരുന്നു മിസ്അബ് റളിയല്ലാഹു അൻഹു. എന്നാൽ ദീനിനെ മുഖവിലക്കെടുത്തതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചതിന്റെ പേരിൽ മുഴുവൻ സമ്പത്തും വെടിയേണ്ടി വന്നു, വസ്ത്രങ്ങൾ വെടിയേണ്ടി വന്നു, കുടുംബത്തെ വെടിയേണ്ടി വന്നു. സമ്പത്ത് കൊട്ടാരത്തിൽ നിന്നും ചെറ്റക്കുടിലേക്ക് ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു അൻഹുവിന് മാറേണ്ടി വന്നു, അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചതിന്റെ പേരിൽ. അതുപോലെ തന്നെ അബൂ സലമ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബത്ത് ഹിജ്റ പോയപ്പോൾ ഉമ്മു സലമയാകുന്ന ഭാര്യയെ വെടിയേണ്ടി വന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന മകനെ വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് മാറ്റി. ഒരുപാട് വിഷമസ്ഥിതികൾ. നാട്ടിൽ ആ മക്കയിൽ സമ്പാദിച്ച ഒരു സമ്പത്തും അവർ കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. ശത്രുക്കൾ പലായനം ചെയ്തു, ഒരുപാട് കഷ്ടപ്പെട്ടു. നമുക്കറിയാമല്ലോ ഇന്ന് ഫലസ്തീൻ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ, വിശ്വാസികൾക്ക് നേരെയുള്ള കൂരമ്പുകൾ, അഴിച്ചുവിടുന്ന അക്രമങ്ങൾ, തുല്യതയില്ലാത്ത ആക്ഷേപങ്ങൾ, അപഹാസങ്ങൾ, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിച്ചു. ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കുകയാണ്, എന്റെ ശരീരത്തിലോട്ടൊന്ന് നോക്ക് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര മുറിവുകളാണ് എന്റെ ശരീരത്തിലുള്ളത്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു തേങ്ങിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ചില വ്രണങ്ങൾ അല്ലാഹുവിന്റെ റസൂലെ പഴുത്ത് വ്രണമായിരിക്കുകയാണ്, വല്ലാത്ത വേദനയാണ്, അങ്ങനെ ദുആ ചെയ്തൂടെ അല്ലാഹുവിന്റെ അടുക്കൽ ഈ ഒരു പരീക്ഷണത്തിൽ നിന്നും നമ്മെ കരകയറ്റാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? ഖബ്ബാബേ, ഒരു കാര്യം നീ മനസ്സിലാക്കണം, നിങ്ങൾക്ക് മുമ്പുള്ള ഒരു സമുദായം ഉണ്ടായിരുന്നു, അവരനുഭവിച്ച കഷ്ടതകൾക്കത്രയും നിങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. എന്തെന്നറിയുമോ? വലിയ ഭീമാകാരമായ കുഴി കുഴിച്ച് കഴുത്ത് മുട്ടുവോളം അതിൽ ഇറക്കി നിർത്തിക്കൊണ്ട് മൂർച്ചയുള്ള വാളുകൊണ്ട് ശരീരത്തെ തലയുടെ ശിരസിന്റെ മധ്യത്തിൽ വെച്ച് ശരീരത്തെ രണ്ടായി പിളർത്ത് കളഞ്ഞിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്രത്തോളം കഷ്ടപ്പാടുകളൊന്നും നിങ്ങൾക്കില്ലല്ലോ ഖബ്ബാബേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ശുദ്ധമായ ഖുർആന്റെ ഒരു ആയത്ത് ഇറങ്ങി, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്ഹുമുൽ ബഅസാഉ വദ്ദറാഉ മസ്സത്ഹുമുൽ ബഅസാഉ വദ്ദറാഉ. ചില സമൂഹത്തിന്റെ അടുക്കൽ വല്ലാത്ത പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ. അവരും അവരുടെ പ്രവാചകന്മാരും ചോദിച്ചുപോയി, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാ അള്ളാഹുവിന്റെ സഹായം എത്തുന്നത്? അള്ളാഹുവിന്റെ സഹായം എത്താൻ സമയമായില്ലേ എന്ന് ചോദിച്ചു പോയിട്ടുള്ള ചില സാഹചര്യങ്ങൾ മുൻകഴിഞ്ഞ സമുദായത്തിലുണ്ട് എന്നൊരു ആയത്ത് വിശുദ്ധ ഖുർആനിൽ അവതരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയപ്പോൾ മക്കയുടെ ബോർഡറിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നിന്നിട്ട് മക്കയോട് പറഞ്ഞു, യാ മക്ക, നിന്നെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഞങ്ങളെ ഈ നാട്ടിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തിരിച്ചു മടങ്ങിയെത്തും. തേങ്ങുന്ന ഹൃദയവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ ബോർഡറിൽ നിന്നുകൊണ്ട് മക്കയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. الذين أخرجوا من ديارهم وأموالهم بغير حق إلا أن يقولوا ربنا الله. റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 53 വിശുദ്ധ ഇസ്ലാമിൽ വലിയ സ്ഥാനമുള്ള ഒരുപാട് മഹത്വമുള്ള വലിയ പ്രാധാന്യത അർഹിക്കുന്ന ഒരു കാര്യമാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഹിജ്റയെ കുറിച്ചുള്ള ആദ്യത്തെ പാഠമാണ് ഇസ്ലാമിന് മുൻതൂക്കം കൊടുക്കുക എന്നുള്ളത്. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞു, വലിയ ഉദ്യോഗസ്ഥനാണ്, ഞെരിയാണിക്ക് താഴെ, വളരെ സ്നേഹത്തിൽ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇടാതിരിക്കുന്നതല്ലേ നല്ലത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയല്ലേ? ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം കയറ്റിയിടാൻ പറഞ്ഞു. അദ്ദേഹം പറയാതെ പറഞ്ഞൊരു കാര്യം. എന്നാൽ അദ്ദേഹത്തിന്റെ ശൈലിയിലൂടെ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിന് യോജിച്ചതല്ല ഇത്. ഷൂ ഇടുമ്പോൾ ഷൂയിൽ മുട്ടി നിൽക്കണം ഈ പാന്റ്, അല്ലേ? നമ്മൾ വലിയ ഉദ്യോഗസ്ഥരൊക്കെ ആയിരിക്കാം, വലിയ വലിയ സ്ഥാനമാനങ്ങളിൽ നിലകൊള്ളുന്നവരായിരിക്കാം, പക്ഷെ ദീനിന് മുൻഗണന കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ദുനിയാവിൽ എത്രത്തോളം സ്ഥാനമാനങ്ങൾ കിട്ടിയാലും
ദീനിന് മുൻഗണന കൊടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഹിജ്റ നൽകുന്ന ആദ്യത്തെ പാഠം. ചില ആളുകൾ തുറന്നു പറയുകയാണ്, ആരും ഒന്നും വിചാരിക്കരുത്. ചില ആളുകൾ പൂർണ്ണമായി താടി ക്ലീൻ ഷേവ് ചെയ്തുകൊണ്ട് നടക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരക്കാരുടെ മുഖത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഖിറത്തിൽ നോക്കില്ല എന്ന് ശക്തമായ നിലയിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ദീനിന് നമുക്ക് വിലയില്ല, ഇസ്ലാമിന് മുൻതൂക്കം കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. സഹാബാക്കൾ കണ്ടില്ലേ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ, ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ. ദീനിനായിരുന്നു അവർ മുൻഗണന കൊടുക്കുന്നത്. പർദ്ദയെ സംബന്ധിച്ച് ആക്ഷേപിച്ചു. നമ്മൾ അടുത്ത ദിവസം തീരുമാനമെടുക്കുകയാണ്, ഇനി മുതൽ എന്റെ ഭാര്യ ഇനി പർദ്ദ ധരിക്കണം, ചുരിദാർ ധരിച്ചുകൊണ്ട് നടക്കട്ടെ. എന്റെ മക്കളും പെൺമക്കളും സഹോദരിമാരൊന്നും ഇനി പർദ്ദ ധരിക്കണ്ട, അവർക്ക് ഇഷ്ടമുള്ളത് ധരിച്ചുകൊണ്ട് നടക്കട്ടെ. എന്തിന്റെ പേരിൽ? ആരോ പർദ്ദയെ അപഹസിച്ചതിന്റെ പേരിൽ. ബഹുമാനമുള്ള ആരും അപഹസിക്കട്ടെ, ആരും അവഹേളിക്കട്ടെ, ആക്ഷേപിക്കട്ടെ, പക്ഷെ എന്റെ ഇസ്ലാമിനെ എന്റെ മരണം വരെ ഞാൻ മുറുകെ പിടിക്കും, അതിന് ഞാൻ മുൻതൂക്കം കൊടുക്കും എന്നുള്ള പാഠമാണ് ഹിജ്റ മുഴുവൻ വിശ്വാസികൾക്കും പകർന്നു നൽകുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മസ്ജിദിന്റെ പിരിവാണ് ഇൻഷാ അല്ലാഹ്, ബക്കറ്റ് കളക്ഷനാണ് നടക്കുന്നത്. എല്ലാ സഹോദരങ്ങളും ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി തന്നെ അതിൽ പങ്കുകൊള്ളണം. അല്ലാഹു നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെല്ലാം പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ. മുഴുവൻ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ ഹിജ്റ നൽകുന്ന ആദ്യത്തെ പാഠം എന്നുള്ളത്, ഹിജ്റ നൽകുന്ന ആദ്യത്തെ പാഠം വിശുദ്ധ ഇസ്ലാമിന് മുൻഗണന കൊടുക്കണം. ചില കല്യാണങ്ങൾ വരുമ്പോൾ, തുറന്ന് കാര്യങ്ങൾ, ചില കല്യാണങ്ങൾ വരുമ്പോൾ വിശുദ്ധ ഇസ്ലാമിനെ കാറ്റിൽ പറത്തിക്കൊണ്ട്, അല്ലേ, ദീനുമായി നല്ല ബന്ധപ്പെട്ടവരായിരിക്കാം, പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്ലാമിന് ഒരു മുൻഗണനയും കൊടുക്കാതെ തോന്നിയതുപോലെ ഈ ദുനിയാവ് കാലാകാലത്തേക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് തോന്നിപ്പോവും. ആ ഒരു കണക്കിൽ ചില ആളുകൾ ആഘോഷിക്കുന്ന അവസ്ഥ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അതേ റൂട്ടിൽ എന്തുമായിക്കൊള്ളട്ടെ, നീണ്ട ഉദ്യോഗസ്ഥയിൽ കഴിയുന്ന ആളുകളായിക്കൊള്ളട്ടെ, സമ്പത്തിന്റെ വലിയ മുൻതൂക്കമുള്ളവരായിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ ദുനിയാവിന്റെ ഏത് സ്ഥാനമാനങ്ങളിൽ വിരാജിക്കുന്നവരായിക്കൊള്ളട്ടെ, സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും ഒക്കെ വേളകളായിക്കൊള്ളട്ടെ, വിശുദ്ധ ഇസ്ലാമിന് മുൻഗണന കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ബിദ്അത്തുമായി ബന്ധപ്പെടാൻ പാടില്ല. ബിദ്അത്തുമായി ഒരു കാരണവശാലും ലാ യഖ്ബലുല്ലാഹു സാഹിബൽ ബിദ്അത്തി വലാ സൗമൻ വലാ സകാതൻ വലാ ഹജ്ജൻ വലാ ഉംറതൻ വലാ സർഫൻ വലാ അദ്ലാ. ബിദ്അത്ത് പ്രവർത്തിക്കുന്നവന്റെ നമസ്കാരം സ്വീകരിക്കില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്അത്തുകാരന്റെ നോമ്പ് റബ്ബ് സ്വീകരിക്കൂല, ബിദ്അത്തുകാരന്റെ ഹജ്ജ് റബ്ബ് സ്വീകരിക്കൂല. വലാ സർഫൻ വലാ അദ്ലാ. അവന്റെ സുന്നത്തോ ഫർളോ ആയിട്ടുള്ള ഒരു കർമ്മങ്ങളും റബ്ബ് സ്വീകരിക്കില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിദ്അത്തുമായിട്ട് നടക്കാൻ പാടില്ല. വിശുദ്ധ ഇസ്ലാമിന് മുൻഗണന കൊടുക്കണം. അല്ലാഹു നമുക്കെല്ലാം ദാടി നീട്ടി പുലർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ള വസ്ത്രം ധരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു ഏത് സാഹചര്യത്തിലും മകളുടെ നിക്കാഹ് നടത്തുമ്പോൾ, മകന്റെ നിക്കാഹ് നടത്തുമ്പോൾ ദീനിന് മുൻഗണന കൊടുക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പുതുവർഷത്തിന്റെ പുലരിയിലേക്ക് വിശ്വാസികൾ പ്രവേശിക്കുമ്പോൾ ഹിജ്റ നൽകുന്ന ആദ്യത്തെ പാഠം, തുല്യതകളില്ലാതെ വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ലോകത്തിന്റെ നായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഹിജ്റയുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്ക് നൽകുന്ന ആദ്യത്തെ പാഠം, ഇസ്ലാമിന് മുൻതൂക്കം കൊടുക്കണം ഏത് സാഹചര്യത്തിലും. രണ്ടാമത്തെ കാര്യം, ഹിജ്റ നൽകുന്ന രണ്ടാമത്തെ പാഠം തവക്കുലിന്റെ പാഠമാണ്. ഭരമേൽപ്പിക്കൽ. ഏത് പ്രതിസന്ധി പ്രശ്നങ്ങളുമായി കൊള്ളട്ടെ, രാഷ്ട്രീയപരമായി കൊള്ളട്ടെ, സാമ്പത്തികപരമായി കൊള്ളട്ടെ, ഏത് പ്രതിസന്ധികളിലും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പുറപ്പെട്ടു. സൗർ ഗുഹയിൽ അഭയം തേടി 3 ദിവസം അവിടെ രാപ്പാർത്തു. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി അല്ലാഹുവിനെ ഭരമേൽപ്പിക്കുകയാണ്. പൂർണ്ണമായി. ഈ ഭരമേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാകും, കച്ചവടം ഒന്നും ചെയ്യേണ്ട, പൈസയ്ക്ക് ആവശ്യമുള്ള ആൾ കച്ചവടം ഒന്നും ചെയ്യാതെ അല്ലാഹുവിനെ ഭരമേൽപ്പിച്ചിട്ട് വീട്ടിൽ കയറി ഇരിക്കാൻ പാടില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും കഴിവിന്റെ പരമാവധി ചെയ്തതിന് ശേഷം അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. അതല്ലാതെ ഞാൻ അല്ലാഹുവിൽ അങ്ങ് ഭരമേൽപ്പിച്ചെന്ന് പറഞ്ഞ് പൈസയ്ക്ക് ആവശ്യമുള്ള ആള്, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ വീട്ടിൽ കയറിയിരിക്കാം. നല്ലതുപോലെ കഷ്ടപ്പെടണം. അല്ലാഹു ആഫിയത്ത് നൽകിയിട്ടുണ്ടല്ലോ. നന്നായി കഷ്ടപ്പെട്ടതിന് ശേഷം അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല കറക്റ്റായ പ്ലാനിങ്ങുകളോട് കൂടിയാണ് മക്കയിൽ നിന്ന് ഹിജ്റ പോയത്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സ്ഥലങ്ങളും ശത്രുക്കൾ സ്കെച്ച് ചെയ്തിരുന്നു. ഊടുവഴികൾ അന്ന് കൃത്യമായി അറിയാവുന്ന നിപുണനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉറൈഖ എന്ന് പറയുന്ന ഒരു വ്യക്തി. മുസ്ലിം സഹോദരനാണ്. അദ്ദേഹത്തെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴി കാണിക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ ഉത്തരവാദിത്തം എന്തെന്നറിയുമോ? അവർ നടന്ന പാതകൾ മായ്ച്ചു കളയുക എന്നുള്ളതാണ്. അവർ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ആ കാൽപാദങ്ങളെല്ലാം മായ്ച്ചു കളയുക എന്നുള്ളത് കൃത്യമായ പ്ലാനിങ്ങുകളോടെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പുറപ്പെട്ടത്. സൗർ ഗുഹയിൽ 3 ദിവസം അഭയം തേടി ശത്രുക്കൾ ഗുഹാമുഖത്തെത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തേങ്ങിക്കരഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, താൻ നോക്കിക്കേ, ശത്രുക്കൾ മുന്നിൽ അവരെങ്ങാണമെന്ന് കുനിഞ്ഞ് ഗുഹയുടെ ഉള്ളിലേക്ക് നോക്കിയാൽ അബൂബക്കറിനെയും കാണും, മുഹമ്മദിനെയും കാണും. നമ്മുടെ തല കൊയ്യൂലേ റസൂലേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്തെന്നറിയുമോ? മാ ദന്നുക യാ അബൂബക്കർ ബിസ്നൈൻ വല്ലാഹു സാലിസുഹുമാ. നീ എന്താ അബൂബക്കറെ കരുതുന്നത്? ഈ ഗുഹയുടെ ഉള്ളിൽ നമ്മൾ 2 പേർ മാത്രമാണെന്നാണോ? ഒരിക്കലുമല്ല. വല്ലാഹു സാലിസുഹുമാ. ഈ ഗുഹയുടെ ഉള്ളിൽ അല്ലാഹുവും നമ്മോടൊപ്പം ഉണ്ടെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തഹ്സൻ ഹിജ്റ നൽകുന്ന 2ാമത്തെ പാഠമാണ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. പ്രതിസന്ധികളും പ്രശ്നങ്ങളും വ്യാകുലതകളും ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ഏത് സാഹചര്യത്തിലും അടിയുറച്ച വിശ്വാസത്തോടുകൂടി ദൃഢമായ കരുത്തോടുകൂടി പടച്ചവനിൽ ഭരമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഹിജ്റ നൽകുന്ന 2ാമത്തെ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്തു. ഉമ്മു മഅബദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, ഒരു സഹോദരിയുടെ വീട്ടിൽ പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബൂബക്കർ വല്ലാത്ത വിശപ്പ്, കറവ പറ്റിയ ചാവാലികളായിട്ടുള്ള ആടുകളാണുള്ളത്. ഉമ്മു മഅബദിനോട് അനുവാദം ചോദിച്ചു, ഈ ആടുകളുടെ പാല് കറന്നോട്ടെ എന്ന്. നിങ്ങൾ എങ്ങനെ പാല് കറക്കാനാണ്? കറവ പറ്റിയ ആടുകളല്ലേ ഇത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ അനുവാദം കിട്ടിയാൽ മതി. ഉമ്മു മഅബദ് അനുവാദം കൊടുത്തു. മുബാറക്കായ പരിശുദ്ധമായ കരം കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആടുകളുടെ അകിടിലൊന്ന് പിടിച്ചപ്പോ സുഭിക്ഷമായ നിലയിൽ കുടിക്കുന്നതിന് വേണ്ടിയുള്ള പാലുകൾ ആ ചാവാലികളായിട്ടുള്ള ആടുകൾ ചൊരിഞ്ഞുകൊടുത്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചപ്പോ റബ്ബതങ്ങ് ഏറ്റെടുത്തു. അല്ലാഹു ഏറ്റെടുത്തു. ശത്രുക്കൾ ഇനാം പ്രഖ്യാപിച്ചു. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദിനെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചുകൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം സമ്മാനമായി ഓഫർ നൽകുമെന്ന് ശത്രുക്കൾ ഇനാം പ്രഖ്യാപിച്ചു, ഓഫർ ചെയ്തു. സുറാഖ എന്ന് പറയുന്ന വ്യക്തി അത് ഏറ്റെടുത്തു. സുറാഖ ആരെന്നറിയുമോ? അഗ്രഗണ്യനായിട്ടുള്ള, കുതിരയോട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാഹിറായിട്ടുള്ള, നിപുണനായിട്ടുള്ള വ്യക്തിയാണ് സുറാഖ. ശത്രുക്കളെ അതിശീഘ്രം ഓടിച്ചെന്ന് തല വെട്ടിത്തകർക്കാൻ വേണ്ടി, അവരെ നശിപ്പിക്കാൻ വേണ്ടി വലിയ കഴിവുള്ള വ്യക്തിയാണ് സുറാഖ. സുറാഖ വെല്ലുവിളി ഏറ്റെടുത്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല കൊയ്യുന്നതിന് വേണ്ടി ഊരിപ്പിടിച്ച വാളുമായിട്ട് സുറാഖ പുറപ്പെട്ടു. അന്വേഷിച്ചപ്പോൾ സുറാഖയുടെ കണ്ണിലുടക്കുകയാണ്. മദീനയിലേക്കുള്ള പാതയിൽ മരുഭൂമിയുടെ ഒരു വശത്ത് 2 പേർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, സുറാഖ ഉറപ്പിച്ചു, ഒന്ന് മുഹമ്മദാണ്. മുഹമ്മദിന്റെ കൂട്ടത്തിലുള്ളത് ആരെന്നറിയില്ല. കൂടുതൽ അടുത്തേക്ക് ചെന്നപ്പോൾ മനസ്സിലായി കൂട്ടത്തിലുള്ളത് അബൂബക്കറാണ്. അതിശീഘ്രം കുതിരയെ പായിച്ചു. ഊരിപ്പിടിച്ച വാളാണ് കയ്യിലിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല കൊയ്യുക എന്ന ലക്ഷ്യമാണ് സുറാഖയ്ക്കുള്ളത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തെത്തിയപ്പോ അബൂബക്കറിന് എന്തോ അപകടമണത്തു. അല്ലാഹുവിന്റെ റസൂലെ പിന്നിലേക്കൊന്ന് നോക്കിക്കേ, സുറാഖ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, യാ അബൂബക്കർ, എന്തിനാ വിഷമിക്കുന്നത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ഹിജ്റ നൽകുന്ന 2ാമത്തെ പാഠമാണ്. ഏത് പ്രതിസന്ധി പ്രശ്നങ്ങളായിരുന്നാലും പൂർണ്ണമായി അല്ലാഹുവിനെ ഭരമേൽപ്പിക്കുക. മുന്നോട്ട് വന്നപ്പോൾ ആ ഉറച്ചു കിടന്ന മരുഭൂമി ചെളിക്കുണ്ടായി മാറിക്കൊണ്ട് അതിശക്തനായ സുറാഖയുടെ കുതിരയുണ്ടല്ലോ, ആ മരുഭൂമിയിലേക്ക് ആണ്ടുപോകുകയാണ്. സുറാഖ ചാടിയിറങ്ങിക്കൊണ്ട് കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു. കുതിരയെ പിടിച്ചുയർത്താൻ സാധിച്ചില്ല. ഒടുവിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, മുഹമ്മദെ, ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല, തിരിച്ചു പോയിക്കൊള്ളാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപേക്ഷ മാനിച്ചുകൊണ്ട് സുറാഖയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. സുറാഖ രക്ഷപ്പെട്ട് പിന്തിരിഞ്ഞു പോയി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം, ഏത് പ്രതിസന്ധി പ്രശ്നങ്ങളായിരുന്നാലും, കച്ചവടപരമായിക്കൊള്ളട്ടെ, കുടുംബപരമായിക്കൊള്ളട്ടെ, വൈവാഹികപരമായിക്കൊള്ളട്ടെ, ഒരു തുണ്ട് കയറിൽ ജീവിതമൊടുക്കുന്ന എത്ര സഹോദരങ്ങളുണ്ടെന്നറിയുമോ? ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല.
സൂയിസൈഡ് ചെയ്ത് കളയുന്ന ഒരു വിഷമത്തിന്റെ പേരിൽ, അതല്ലെങ്കിൽ കടത്തിന്റെ പേരിൽ, ഏത് പ്രതിസന്ധി പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, ഹിജ്റ നൽകുന്ന രണ്ടാമത്തെ പാഠം എന്നുള്ളത് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം, റബ്ബിൽ ഭരമേൽപ്പിക്കണം. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഇതാണ് ഹിജ്റ നൽകുന്ന രണ്ടാമത്തെ പാഠം. ഹിജ്റ നൽകുന്ന മൂന്നാമത്തെ പാഠം എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹ്. യഥാർത്ഥ മുഹാജിർ എന്ന് പറയുന്നത്, യഥാർത്ഥ മരണം വരെ മുഹാജിറായി കഴിയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല മുഹാജിർ എന്ന് പറയുന്നത് ആരെന്നറിയുമോ? സ്വന്തം ജീവിതത്തിൽ നിന്നും ചാബല്യങ്ങൾ കടിമപ്പെടാതെ, സ്വന്തം ഇച്ഛയ്ക്ക് വശംവദനാകാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച പാതയിൽ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പാതയിൽ മുന്നോട്ട് സഞ്ചരിക്കുന്നവനാണ്. മുഴുവൻ ചെറുതും വലുതുമാകുന്ന പാപങ്ങളിൽ നിന്നും സ്വന്തം ശരീരത്തിന് സുരക്ഷ ഏർപ്പെടുത്തുന്നവനാണ് ഏറ്റവും വലിയ മുഹാജിർ എന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജ്റ നൽകുന്ന 3 പാഠങ്ങൾ ഇതാണ്. ഒന്നാമത്തത്, വിശുദ്ധ ഇസ്ലാമിന് മുൻഗണന കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഏത് സാഹചര്യങ്ങളിലും, സന്തോഷ സന്ദർഭമായിക്കൊള്ളട്ടെ, ദുഃഖത്തിന്റെ വേളകളായിക്കൊള്ളട്ടെ, വിശുദ്ധ ഇസ്ലാമിന് മുൻഗണന കൊടുക്കുക. എന്റെ മകന്റെ കല്യാണം വന്നാലും, എന്റെ മോളുടെ കല്യാണം വന്നാലും എന്റെ ഇസ്ലാമിന് ഞാൻ മുൻഗണന കൊടുക്കും. എന്റെ റബ്ബ് പഠിപ്പിച്ചതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പാഠങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ വിവാഹം നടത്തും. നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ഞാൻ ധരിക്കും. എത്ര വലിയ ഉദ്യോഗസ്ഥനുമായി കൊള്ളട്ടെ, സുന്നത്തുകൾ പൂർണ്ണമായി പിൻപറ്റും, താടി നീട്ടി വളർത്തും. ഇതാണ് ഹിജ്റ നൽകുന്ന ആദ്യത്തെ പാഠം. രണ്ടാമത്തെ പാഠം, പരമാവധി പരിശ്രമിച്ചുകൊണ്ട് റബ്ബിൽ വരമേൽപ്പിക്കുക ഏത് സാഹചര്യത്തിലും. മൂന്നാമത്തെ പാഠം എന്നുള്ളത്, സ്വന്തം ജീവിതത്തിൽ നിന്നും പാപങ്ങളെ പൂർണ്ണമായി അകറ്റി നിർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലാഹുവിന്റെ തൃപ്തിയിൽ അധിഷ്ഠിതമായ നിലയിൽ ജീവിതം നയിക്കുവാൻ നാം ഓരോരുത്തർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പുതുവർഷത്തിന്റെ ബദരിയിലേക്ക് വിശ്വാസികളാകുന്ന നാം ഓരോരുത്തരും കടക്കുകയാണ്, പ്രവേശിക്കുകയാണ്. പഴയ ഒരു വർഷത്തിന് തിരശീല വീണുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച്, പ്രത്യേകിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. സ്വന്തം നഫ്സിനെ വിചാരണയ്ക്ക് വിധേയമാക്കണം, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിനു മുമ്പ്. ഞാൻ ഇന്ന് എന്തെല്ലാം നന്മകൾ ചെയ്തു, എന്തെല്ലാം തിന്മകളിൽ നിന്ന് എനിക്ക് വിട്ടു നിൽക്കാൻ കഴിഞ്ഞോ, ആരെയെങ്കിലും കുറ്റപ്പെടുത്തിയോ, ആരെയെങ്കിലും പരിഹസിച്ചോ, അവരോട് പോയി പൊരുത്തം ചോദിക്കണം, മാപ്പ് ചോദിക്കണം. ഇങ്ങനെ ഒരു വിചിന്തനം, സ്വന്തം നഫ്സിനെ ഇങ്ങനെ പരിശോധിച്ച് ഹിസാബ് ചെയ്തുകൊണ്ടിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഇന്നകും ഫീ ദാരിൽ അമൽ വലാ ഹിസാബ്. ഇന്ന് നിങ്ങൾ പ്രവർത്തനത്തിന്റെ കേന്ദ്രത്തിലാണ്, ആരും നിങ്ങളെ വിചാരണ ചെയ്യൂല. വഅൻതും ഗദൻ, എന്നാൽ നാളെ നിങ്ങൾ ഫീ ദാരിൽ ഹിസാബ്, വിചാരണയുടെ വേളയിലായിരിക്കും. വലാ അമൽ, ഒരു തസ്ബീഹ് പോലും ചൊല്ലാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വന്തം നഫ്സിനെ വിചാരണയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് അള്ളാഹു വിചാരണ പടക്കാൻ സകല ഫയലുകളും കുടഞ്ഞിട്ട് പരിശോധിക്കും. ഈ സമയത്ത് നല്ല രീതിയിൽ അള്ളാഹുവിന്റെ അടുക്കൽ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിലയിൽ അവിടെ ഉയർന്നു നിൽക്കാൻ നമുക്കൊണ്ട് സാധിക്കണം. അള്ളാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങളായി കഴിയുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശാന്തിയും സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആജിലായ താമായ മുസ്തഖറായ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ദുരിതങ്ങൾ, ദുഃഖങ്ങളിൽ കഴിയുന്ന, കടങ്ങളിൽ കഴിയുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് മുക്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കുങ്കുമപ്പൂവിന്റെ ചെറിയ ബോക്സ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് നമ്മുടെ പള്ളിയിലെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടാൽ, അബ്ദുള്ള സാഹിബുമായി ബന്ധപ്പെട്ടാൽ മതി ഇൻഷാ അല്ലാഹ്.